65 ലക്ഷം പേരെ ഒഴിവാക്കിക്കൊണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് 3 മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനമാണ് ബീഹാർ. BJP സഖ്യത്തിന് അവിടെ ജയിച്ചേ തീരൂ എന്നതാണ് അവരുടെ നിർബന്ധം. കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയൊരു അഗ്നിപരീക്ഷയാണ് NDA സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ബീഹാർ പോയാൽ അവർക്ക് പലതും നഷ്ടപ്പെടാനിരിക്കുന്നു. കേന്ദ്രം തന്നെ നിലനിൽക്കുന്നത് ബീഹാറിലെ JDU-വിനെ കൊണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ അങ്ങനെ 65 ലക്ഷത്തിലധികം വോട്ടർമാരെ ഒഴിവാക്കിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വോട്ടർമാരിൽ പലരും മരിക്കുകയോ സംസ്ഥാനം വിട്ടുപോകുകയോ കണ്ടെത്താൻ കഴിയാത്തവരോ ആയോ ഒന്നിലേറെ തവണ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തവരോ ആണെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതുപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. കരട് പട്ടികയിൽ പട്നയിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടർമാരെ ഒഴിവാക്കിയത്. 3.95 ലക്ഷം പേരാണ് പട്ന നഗരത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അതുപോലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ നിന്ന് 3.16 ലക്ഷം, അതുപോലെ മധുബനിയിൽ നിന്ന് 3.52 ലക്ഷം, ഗോപാൽഗഞ്ചിൽ നിന്ന് 3.10 ലക്ഷം എന്നിങ്ങനെയാണ് കൂടുതലായി വോട്ടർമാരെ ഒഴിവാക്കിയ ജില്ലകൾ. ഇതോടെ ആകെ വോട്ടർമാരുടെ എണ്ണം 7,90,00,000 എന്നുള്ളതിൽ നിന്നും 7,24 ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു. 243 നിയമസഭാ മണ്ഡലങ്ങളും 90,817 പോളിംഗ് സ്റ്റേഷനുകളുമാണ് പട്ടിക പുതുക്കലിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. 22.34 ലക്ഷം വോട്ടർമാർ മരിച്ചുവെന്നും 36.28 ലക്ഷം പേർ സ്ഥിരമായി ബീഹാർ വിട്ടുപോകുകയോ വിലാസം കണ്ടെത്താൻ സാധിക്കാതെ വരികയോ ചെയ്തിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. 7 ലക്ഷം പേർ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതായത് ആഗസ്റ്റ് 1-ാം തീയതി തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിരിക്കുന്നു. ഭരണകക്ഷിയായ NDAയെ സഹായിക്കാനുള്ളൊരു നീക്കമായാണ് ഈ പട്ടിക പുതുക്കലിനെ പ്രതിപക്ഷം പറയുന്നത്. സെപ്റ്റംബർ 1 വരെ ഇതിൻ്റെ പരാതികൾ ഉന്നയിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതിൽ പ്രതിപക്ഷം വളരെ ശക്തിയായി ഉന്നയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഘട്ടത്തിന് ശേഷമാകും വോട്ടർ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിക്കുക. എങ്കിലും ബീഹാറിലെ പ്രത്യേക സാഹചര്യത്തിൽ NDA മുന്നണിക്ക് വിജയം എന്നതിനപ്പുറം ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. ബീഹാറിൽ BJP സഖ്യത്തിന് ഭരണം നഷ്ടപ്പെട്ടാൽ ഭരണമുള്ള ഭാഗത്തേക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി JDU-വിൻ്റെ നേതാവ് നിതീഷ് കുമാർ പോകും എന്നുള്ളത് ഉറപ്പാണ്. അതോടെ കേന്ദ്രത്തിലെ മോദി സർക്കാരിനുള്ള പിന്തുണയും അവർ പുനഃപരിശോധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ജയിച്ചത്, അതുപോലെ ബീഹാറിലും ജയിക്കാനാണ് BJP നടത്തുന്ന നീക്കം. പക്ഷേ അതിന് സമ്മതിക്കില്ല എന്നുറച്ച് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നിൽക്കുമ്പോൾ BJPക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വരും. അത്ര പെട്ടെന്ന് ബീഹാറിൽ ഇതൊന്നും നടത്താൻ കഴിയില്ല എന്നുറപ്പായതോടെ BJP പല നീക്കങ്ങൾക്കാണ് ഇപ്പോൾ തിടുക്കം കൂട്ടുന്നത്. അതിലൊന്നാണ് ഈ വോട്ടർ പട്ടികയിൽ ആളുകളെ ഉൾപ്പെടുത്താതിരിക്കുന്നത് അല്ലെങ്കിൽ തള്ളിക്കളയുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും കണ്ടതുപോലെ വലിയൊരു അട്ടിമറി അത് ബീഹാറിൽ സംഭവിക്കാൻ പാടില്ല എന്നുറപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ തന്നെ നിന്ന് ഈ പോരാട്ടം നയിക്കുന്നത്. അതുപോലെ തേജസ്വി യാദവും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചാലും BJPയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ചില നീക്കങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടെ ബീഹാറിലെ ഈ ഇത്രയും 65 ലക്ഷത്തോളം വോട്ടർമാർ ഇല്ലാതാകുന്നത് ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയും ഒരുപക്ഷെ വലിയ സമരങ്ങളിലേക്കും നീങ്ങുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.